നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. 37 വർഷത്തെ രാജ്യസേവനം നടത്തി CRPF-ൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ധീരജവാന് സ്വീകരണമൊരുക്കി കണ്ണൂർ CRPF കൂട്ടായ്മ. മാഹി ഒളവിൽ സ്വദേശിയായ സബ് ഇൻസ്പെക്ടർ ശശിധരൻ TK ആണ് സ്വീകരണം നൽകിയത്. രാവിലെ ഇന്റർസിറ്റി എക്സ്പ്രസിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന ശശിധരനെ ഉജ്ജ്വല സ്വീകരണമാണ് കൂട്ടായ്മ ഒരുക്കിയത്. പിന്നെ അത് നമ്മളിപ്പോൾ വളർത്താരുടെയും എല്ലാവരുടെയും വിദ്യാർത്ഥിക്കാരുടെയും സൈനികരുടെയും രാജ്യത്തിൽ കൊല്ലുപോയവരുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 37 വർഷത്തെ സർവീസിനിടയിൽ പഞ്ചാബ്, ഹരിയാന, CRPF അക്കാദമി, ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, മധ്യപ്രദേശ്, കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, തെലുങ്കാന തുടങ്ങി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശശിധരൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് സിഗ്നൽ ബറ്റാലിയൻ ഹൈദരാബാദിൽ നിന്നുമാണ് അദ്ദേഹം വിരമിച്ച് നാട്ടിലെത്തുന്നത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ അഡ്മിൻ M. സുരേശൻ ബൊക്ക നൽകിയും ബാലകൃഷ്ണൻ റിട്ടയർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് പൊന്നാട് അണിയിച്ചും P. രവീന്ദ്രൻ, M. രാഘവൻ, M. രാജൻ, ഭാസ്കരൻ M. മനോഹരൻ T, പ്രദീപൻ KK എന്നിവർ മാലയിട്ടും സ്വീകരിച്ചു. ചടങ്ങിൽ അഡ്മിൻ സുരേശൻ, P. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശ്രീധരൻ മറുപടി പ്രസംഗം നടത്തി. 1988 CRPF-ൽ ജോയിൻ ചെയ്ത് 37 വർഷത്തെ സർവീസിന് ശേഷം റിട്ടയർഡായി നമ്മുടെ നാട്ടിലേക്ക് ഇരിക്കുകയാണ്. അതിന് നിങ്ങൾ ഈ കണ്ണൂർ കൂട്ടായ്മയിലെ ഇത്രയും നല്ല ഒരു സ്വാഗതം ഇത്രയും നല്ല ഒരു സ്വാഗതം ചെയ്തതിനും ഇത്രയും നല്ല സമ്മാനം തന്നതിനും എല്ലാവർക്കും, ഈ കൂട്ടായ്മയിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അഡ്മിന്മാരായ M. സുരേശൻ, പ്രദീപൻ KK, സിജോ ജോസ്, കവിത S. ജയൻ, ശശി V. അടുത്തല എന്നിവർ നേതൃത്വം നൽകി. യൗവനം മുഴുവൻ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് നാട്ടിലേക്ക് വരുന്ന ധീര ജവാന്മാർക്ക് കൂട്ടായ്മയുടെ രൂപീകരണത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു സ്വീകരണം കണ്ണൂർ ജില്ലയിൽ ആദ്യമായി തന്നെ തുടങ്ങിയത്. ഇങ്ങനെയുള്ള പരിപാടികൾ കൂട്ടായ്മയിലെ മികച്ച അഡ്മിൻ പാനലും അവധിയിൽ എത്തുന്ന ജവാന്മാരും വിരമിച്ച് നാട്ടിലെത്തിയിട്ടുള്ള കൂട്ടായ്മയിലെ മെമ്പേഴ്സും എല്ലാം ഒത്തൊരുമിച്ചാണ് കോർഡിനേറ്റ് ചെയ്യുന്നതും സംഘടിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.